അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കോട്ടയം സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു മീൻകറിയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് വാളംപുളി ഒരു ബൗളിലെടുത്ത് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ മീൻകറി വയ്ക്കുമ്പോഴാണ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനിപ്പം ഒരു 15ഓളം ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് ദശയുള്ള മീൻ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ ഒരുവിധം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ കുറുകി വരും. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡിയാവും. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ.